പി ഡി ടി ആചാര്യയിലേക്ക് പോകുന്നു. അദ്ദേഹം അല്പസമയമേ നമ്മുടെ കൂടെ ചർച്ചയിലുള്ളൂ. ശ്രീ പി ഡി ടി ആചാരി, ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുന്ന വാർത്താ സമ്മേളനമാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് ആലോചിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം പറയുന്ന ഒരു സാഹചര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം പറയുന്ന അവസരങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് ഇംപീച്ച്മെന്റിന്റെ മോഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. 1992 ശേഷനെതിരായിട്ട് VP സിംഗ്, സോംനാഥ് ചാറ്റർജി, രാംവിലാസ് പാസ്വാൻ എന്നീ പറയുന്ന ആളുകളൊക്കെ സൈൻ ചെയ്ത 100 അംഗങ്ങൾ സൈൻ ചെയ്ത ഒരു മോഷൻ 1992 ലോക്സഭയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് സ്പീക്കർ അത് തള്ളുകയാണ് ഉണ്ടായത്, അഡ്മിറ്റ് ചെയ്തില്ല. നിയമം അനുസരിച്ച് സ്പീക്കർക്ക് അങ്ങനൊരു മോഷൻ അഡ്മിറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അത് സ്പീക്കർ ലീഗൽ ഒപ്പീനിയൻ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ അതിൻ്റെ എവിഡൻസ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്പീക്കർക്ക് വേണമെങ്കിൽ അത് തള്ളുകയും ചെയ്യാം. പക്ഷേ ഈ കമ്മീഷൻ അങ്ങനെ ഒരു ഇന്നലെ ചെയ്തത് മാതിരിയുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു അപ്രോച്ച് അത് ആ രീതിയിൽ ഉണ്ടായിട്ടില്ല നേരത്തെ. ഇത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇത് വിളിച്ചു പറയുക എന്നതിലപ്പുറം ഇനിയിപ്പോൾ പാർലമെന്റിൽ ഇരുസഭകളിലും നോക്കുമ്പോൾ 3/2 ഭൂരിപക്ഷം അത് സാധ്യമല്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വശത്ത് ഒപ്പ് ശേഖരണം നടത്തുന്നുണ്ട്. അടുത്ത സമ്മേളനത്തിൽ, ഒരുപക്ഷെ ഈ സമ്മേളനത്തിൽ നടക്കില്ലായിരിക്കും, അടുത്ത സമ്മേളനത്തിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുക എന്നൊരു ആലോചനയിലേക്ക് കടക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രതിഷേധം ഇതാ അറിയിക്കുന്നു. രാഷ്ട്രീയം പറയുന്ന ഒരു പക്ഷത്തോട് മാത്രം വിധേയത്വം പ്രകടിപ്പിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്ന കമ്മീഷനെ തുറന്നു കാട്ടാനുള്ള ഞങ്ങളുടെ അവസാനത്തെ നീക്കം എന്ന രീതിയിൽ ഒരു സന്ദേശം എന്ന നിലയ്ക്കാണോ ഈ ഇംപീച്ച്മെന്റിനെ കാണേണ്ടത്? അത് പാസ്സാവാനുള്ള സാധ്യത കുറവാണല്ലോ ശ്രീ പി ഡി ടി ആചാരി. തീർച്ചയായിട്ടും അവരുടെ ഒരു റിയാക്ഷൻ ആണ് ഇതില്, അവരുടെ അതൃപ്തിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത്. അവർക്കും അറിയാമല്ലോ ഈ മോഷൻ കൊണ്ടുവന്ന സ്പീക്കർ അതിൻ്റെ ത്രഷോൾഡിൽ തന്നെ സ്പീക്കർ അഡ്മിറ്റ് ചെയ്യാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മോഷന് യാതൊരു കാര്യവുമില്ല. അതൊക്കെ അവർക്കറിയാം. അപ്പം അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്നൊക്കെ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൂവിന് അവർ ശ്രമിക്കുന്നത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതായത് അവർക്ക് പറയാനുള്ളതൊക്കെ പറയാൻ ഒരവസരം എന്നുള്ളതാണ്. ഇതിൽ ഇനിയിപ്പോൾ ഒരു സാധ്യത ഇതിൽ എന്തായിട്ടാണ് കാണുന്നത്? നിയമപരമായ സാധ്യത എന്നുള്ളതാണോ? കോടതിയെ സമീപിക്കുക, അതും അവിടെ ഭരണപക്ഷവും പറയുന്നത് നിങ്ങൾ അങ്ങനെയെങ്കിൽ കോടതിയിലേക്ക് പോകൂ എന്നാണല്ലോ പരിഹാസത്തോടു കൂടിയാണെങ്കിലും ചോദിക്കുന്നത്. അവസാന സാധ്യത അത് മാത്രമാണ് എന്ന നിലയ്ക്ക് അതിനെ കാണാമോ? കോടതിയിലാണെങ്കിൽ തന്നെ കോടതി അത് പരിഗണിക്കുന്ന സമയം, പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ അത് പരിഗണിക്കണമെന്നില്ല. പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന രീതിയിൽ കോടതിയിൽ നിന്നും തീരുമാനം വരണമെന്നില്ല. അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതിലപ്പുറം മറ്റെന്തെങ്കിലും സാധ്യത പ്രതിപക്ഷത്തിന് മുന്നിലുണ്ടോ ശ്രീ പി ഡി ടി ആചാരി? വേറെ സാധ്യതകൾ കാണുന്നില്ല. പക്ഷെ കോടതിയിൽ പോകാമല്ലോ ഏത് സാഹചര്യത്തിലും. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്ന് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. കോൺസ്റ്റിറ്റ്യൂഷന്റെ വെളിയിൽ നിന്ന് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോ ആർട്ടിക്കിൾ 324 അനുസരിച്ച് ഈ ഇലക്ഷൻ കമ്മീഷന് ധാരാളം അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിസർവോയർ ഓഫ് പവേഴ്സ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ. പക്ഷെ ഈ അധികാരങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ ആ അധികാരങ്ങൾ പ്രയോഗിക്കുന്നത് ഏത് രീതിയിലായിരിക്കണം? നിഷ്പക്ഷമായി ഫെയറായി ഇലക്ഷൻ നടത്തുക എന്നുള്ളതാണ് അവരുടെ ചുമതല. അത് ഭരണഘടന ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതലയാണ്. അത് വളരെ പവിത്രമായ ഒരു ചുമതലയാണ്. അപ്പൊ ആ ചുമതല നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ, തെറ്റ് പറ്റിയിട്ടുണ്ടോ, ലാപ്സസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അത് പരിശോധിക്കുന്ന ചുമതല കോടതിയുടെയാണ്. കോടതി അത് പല പ്രാവശ്യം പല വിധിന്യായങ്ങളിലൂടെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പാലിക്കാതിരിക്കുന്ന ഒരു കമ്മീഷൻ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കോടതിക്ക് അതിനകത്ത് ഇടപെടാം. അപ്പൊ അതുകൊണ്ട് കോടതി ഈ കാര്യത്തിൽ ഹെൽപ്ലെസ് അല്ല എന്നുള്ളത് വ്യക്തമാണ്. കോടതിക്ക് തീർച്ചയായിട്ടും
ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റും. പിന്നെ കോടതി എന്ത് തീരുമാനിക്കും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കോടതി ഒരു ഓപ്ഷനാണ്. ശരി, വളരെ നന്ദി ശ്രീ പി ഡി ടി ആചാരി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.